ഓഗസ്റ്റ് 25 21 ആഴ്ചയിലെ ചൊവ്വാഴ്ച. മത്തായി 23 മുതൽ 26 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രാരംഭ വാക്കുകൾ ഇതാണ്: കപടനാട്യക്കാരായ ശാസ്ത്രിമാരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. ഈ മത നേതാക്കന്മാരെന്ന് കരുതപ്പെടുന്നവരോട് യേശു ഒന്നും മിണ്ടുന്നില്ല. ദശാംശം നൽകിയതിന് യേശു ഈ ഭക്തരെ വിമർശിക്കുന്നു. മാത്രമല്ല, നിയമത്തിൻ്റെ അവശ്യവശങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നു. ന്യായവിധി, കരുണ, വിശ്വസ്തത എന്നിവ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുകുകയും ചെയ്യുന്ന ശാസ്ത്രിമാരെയും ഫരിസേയരെയും അന്ധരായ വഴികാട്ടികളെന്ന് അവൻ നിശിതമായി വിളിക്കുന്നു. ഈ വാക്കുകൾ ശാസ്ത്രിമാരുടെയും ഫരിസേയരുടെയും ശക്തവും പരസ്യമായ അപലപനമായിരുന്നു. ഫരിസീയതത്തിനെതിരായ ആക്രമണം തുടരുമ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിന് തീർച്ചയായും പ്രസക്തമായ 2 വിഷയങ്ങളെ യേശു സ്പർശിക്കുന്നു. ഒന്നാമതായി, നീതി, അനുകമ്പ, വിശ്വാസം തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ട് ആചാരത്തിൻ്റെയോ സിദ്ധാന്തത്തിൻ്റെയോ ചെറിയ വിശദാംശങ്ങൾക്കായി മല്ലിടുന്ന അവരുടെ മാനസികാവസ്ഥയെ അദ്ദേഹം ആക്രമിക്കുന്നു. ഏറ്റവും നിസ്സാരമായ നിയന്ത്രണങ്ങൾ പാലിക്കാൻ ശ്രമിക്കുന്ന കത്തോലിക്കരെയും നമുക്ക് ഇവിടെ കാണാം. അവസാനം അവർ തങ്ങളുടെ തന്നെ ദുഷ്ടതയുടെ തടവുകാരായി മാറാം. അതിലുപരിയായി അവർ മറ്റുള്ളവരെ ലാക്സ് ക്രിസ്ത്യാനികളെന്ന് വിമർശിക്കാൻ മടിക്കില്ല. യേശു ഉന്നയിക്കുന്ന രണ്ടാമത്തെ കാര്യം, ആന്തരിക ചൈതന്യത്തെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ബാഹ്യ സ്വഭാവത്തിൻ്റെ ഏറ്റവും ചെറിയ വിശദാംശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരെ വിമർശിക്കുക എന്നതാണ്. കത്തോലിക്ക സഭയുടെ ആരാധനക്രമത്തിൽ ശരിയല്ലാത്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ദീർഘമായി സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. റോമിൽ പോലും ലഭിക്കാത്ത തത്വപരവും ധാർമ്മികവുമായ യാഥാസ്ഥിതികത സ്വയം അവകാശപ്പെടുന്നവരാണവർ. ചിലപ്പോൾ അവർ മാർപ്പാപ്പ പോലും അവരുടെ പ്രതീക്ഷയ്ക്കകത്ത് ഉയരുന്നില്ല എന്ന് കരുതുന്നുണ്ട്. അവരുടെ എഴുത്തുകളിലും പ്രവൃത്തികളിലും സ്നേഹത്തിൻ്റെ അനുകമ്പയുടെയും പൂർണ്ണമായ അഭാവമാണ് ഈ ആളുകളെ ശ്രദ്ധേയമാക്കുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ നൈതികതയ്ക്ക് പുറത്ത് ഈ കാര്യങ്ങൾ നിലനിൽക്കുന്ന മട്ടിൽ അവർക്ക് സത്യത്തിലും യാഥാസ്ഥിതികതയിലും മാത്രമേ താല്പര്യമുള്ളൂ. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ പ്രാർത്ഥനാപൂർവം കേന്ദ്രീകൃതമായൊരു സ്നേഹമുള്ള സമൂഹത്തിൻ്റെ ഒരു കൂദാശ എന്ന നിലയിൽ കുർബാനയേക്കാൾ ആരാധനക്രമത്തിൻ്റെ ഏറ്റവും ചെറിയ വിശദാംശങ്ങളിൽ അവർ കൂടുതൽ ഉത്കണ്ഠരാകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് അല്പസമയം നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ എങ്ങനെയാണ് നിയമത്തെ സമീപിക്കുന്നത്? നിയമത്തിൻ്റെ അക്ഷരത്തിൽ ജീവിക്കുകയാണ്, ലെറ്റർ ഓഫ് ദ ലോ, അതോ അനുകമ്പയും സ്നേഹം നിറഞ്ഞ നിലപാടിൽ നിന്ന് നിയമം അനുസരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടോ? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.